നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. പിന്നെ മണി പ്ലാന്റിൻ്റെ കെയറിങ്ങും പിന്നെ അത് നടുന്ന രീതിയും അതിൻ്റെ വളം അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത് നമുക്ക് ബോട്ടിൽ നല്ല തിക്കായിട്ട് മണി പ്ലാന്റ് എങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കി കാണിച്ചതായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഇന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പിന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പം മണി പ്ലാന്റ് ഇപ്പം ഇങ്ങനെ താഴ്ത്താണ് കേട്ടോ, മണ്ണിൽ തന്നെ നിലത്താണ് വെച്ചിട്ടുള്ളത്. ഇതിന് മുമ്പൊക്കെ ഞാൻ മതിലിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല വേനലൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ കാരണം നമുക്ക് ബുദ്ധിമുട്ട് കാരണമുള്ള മതിലിന് മുകളിലായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം എടുത്ത് ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ താഴ്ത്താണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് അതിൽ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെയാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. നമുക്ക് മണി പ്ലാന്റ് ആകുമ്പോൾ അധികം കെയറിങ്ങിന് ആവശ്യമില്ല. പിന്നെ അതേപോലെ എല്ലാ ദിവസവും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് മണി പ്ലാന്റ് വളർത്താൻ ഇഷ്ടം. അതേപോലെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് മണി പ്ലാന്റ് വളർത്താൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ 3-4 ടൈപ്പ് മണി പ്ലാന്റുകളുണ്ട്. ഞാൻ ഇതൊക്കെ സ്റ്റിക്കിൽ വളർത്തിയേക്കുന്നുണ്ട് മണി പ്ലാന്റ്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ നട്ടിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ പടർന്ന് കയറുന്നതൊക്കെ ഞാൻ മാറ്റിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണേന്. ഇപ്പോൾ നല്ല എല്ലാ ചെടിച്ചിട്ട് നല്ല തിക്കായിട്ട് മണി പ്ലാന്റ് വന്നിട്ടുണ്ട്. എന്നാലും ഒരുപാട് താഴത്തോട്ടൊന്നും വളർന്ന് വന്നിട്ടില്ല. നമുക്ക് നല്ല ഹാങ്ങിങ് ഒക്കെ കിടക്കണം അതേപോലെയൊന്നും ആയിട്ടില്ല. കുറച്ച് നാൾ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എൻജോയ് പോത്തോസ് ഉണ്ട് അത് കൂടുതൽ നട്ടേക്കുന്നത് അതിൽ. എനിക്ക് തോന്നുന്നത് എൻജോയ് പോത്തോസിന് കുറച്ച് ഗ്രോത്തിങ് ഭയങ്കര സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേ ഞാൻ ഇതിൽ മുകളിലും കുറച്ച് മണി പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. അതിൻ്റെ മേലെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു കപ്പിൽ ഞാൻ നട്ടതാണ് കേട്ടോ ഈ മണി പ്ലാന്റ്. അപ്പോൾ ഞാൻ അതിലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ തന്നെ വെക്കുന്നുണ്ട്. ആ കപ്പിൻ്റെ ഉള്ളിൽ മണ്ണാണ് കേട്ടോ, വെള്ളമൊന്നുമല്ല, മണ്ണിലാണ് ഞാൻ നട്ടേക്കുന്നത്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ചധികം മണി പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞ ഒരു ഫെർട്ടിലൈസർ ഇതാണ് കേട്ടോ, ഉലുവയാണ് നമ്മുടെ ഫെർട്ടിലൈസർ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാനിത് 2-3 ദിവസം വെള്ളം ഒഴിച്ചിട്ടതാണ് കേട്ടോ. നല്ലോണം പുളിപ്പിച്ചെടുത്ത ഉലുവയാണ്. 1 ടീസ്പൂണോളം ഉലുവ മതി. കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വയ്ക്കുക. 1-2 ദിവസം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം വേണ്ട കേട്ടോ. അതിൽ കുറച്ച് മതി. ചെറിയൊരു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് മതി. കാരണം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേരൊക്കെ ചീഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാടൊന്നും ഒഴിക്കരുത്. അത് 1-2 മാസമൊക്കെ എത്തുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നട്ടിട്ടുള്ള നമ്മുടെ മണി പ്ലാന്റിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബോട്ടിലുണ്ടായിരുന്ന മണി പ്ലാന്റ് ഇത് നല്ലോണം വലുതായിട്ടുണ്ട് കേട്ടോ. ഒരു മണി പ്ലാന്റ് നന്നായി വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ അധികം നാളായിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കണ കാരണം തന്നെ ഞാൻ ഇതിലെ ബോട്ടിൽ വെള്ളം മാറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പുറത്ത് ഇരിക്കണ കാരണം ചെടികളിൽ ഇങ്ങനെ ഇലകളൊക്കെ വീണതിന് ആകെ നല്ലോണം അഴുക്കുണ്ടായിരുന്നു കേട്ടോ മണി പ്ലാന്റിൻ്റെ വേരിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി മണി പ്ലാന്റ് മൊത്തത്തിൽ വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ നല്ലോണം താഴത്തോട്ട് വളർന്നതും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഞാൻ ബോട്ടിലൊക്കെ ഞാൻ എല്ലാ മണി പ്ലാന്റിൻ്റെ ഇലകളൊക്കെ ഭയങ്കര ചെറുതാണ് കേട്ടോ. ഇത് തന്നെ പുറത്ത് ഇതിലും കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവുന്നു മണ്ണിലൊക്കെ നടുമ്പോൾ. വെള്ളത്തിൽ നമ്മൾ വളർത്തുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ച് ഭയങ്കര ചെറുതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അവിടെ നമ്മൾ ഇത് ഞാൻ ഇതിന് മുമ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലും വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒരെണ്ണത്തിനൊക്കെ വേര് വന്നിട്ടുണ്ട്. ഇത് ചെറിയൊരു വേരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയോളം ആയി ഞാൻ ഇതിപ്പോൾ നട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇതിൽ രണ്ടെണ്ണത്തിലും കുറേശ്ശെ നമുക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉലുവ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഇതിലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഴ്ചയിലൊന്നും ഇത് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. 1-2 മാസമൊക്കെ എത്തുമ്പോൾ മാത്രം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 ബോട്ടിലും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ചെറിയ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. ഇത് പിന്നെ ഉലുവ വെള്ളത്തിൽ 2-3 ദിവസം ഇട്ട് വയ്ക്കണമെന്നുള്ളൂ, ഒന്ന് പുളിപ്പിച്ചെടുക്കണം. അതായിട്ട് നമുക്ക് നേരിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇലകളിലും കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊന്നും മാറ്റണില്ല. ഒരാഴ്ചയൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളത്തിന്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ മാത്രം ഇതിൽ മാത്രം വെള്ളം മാറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇതിലാണ് ഞാൻ വെള്ളം മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് പറഞ്ഞാൽ തന്നെ ഭയങ്കര ചെറിയ വീഡിയോ ആണ്.
സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് അത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ.